നമസ്കാരം. നിലവിൽ ലോകത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് ആരാണ്? അതിൻ്റെ ഉത്തരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും ജനകീയനായ നേതാവ് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിൽ അസൂയ ഉണ്ടെന്നുമാണ്. തങ്ങളുടെ പരമോന്നത ബഹുമതികൾ നരേന്ദ്രമോദിക്ക് നൽകുവാൻ ലോകരാജ്യങ്ങളിന്ന് മത്സരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി അറേബ്യ നൽകിയ അത്യപൂർവമായ സ്വീകരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. സൗദി വ്യോമപരിധിയിൽ പ്രവേശിച്ച പ്രധാനമന്ത്രിയുടെ വിമാനത്തെ സൗദി വ്യോമസേനയുടെ F-50 വിമാനങ്ങൾ അനുഗമിക്കുകയായിരുന്നു. സൗദി അറേബ്യയിൽ നേരത്തെ 3 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് എങ്കിലും മോദി ഇതാദ്യമായാണ് ജിദ്ദ സന്ദർശിക്കുന്നത്. ഇതിനു മുൻപ് 2016-ലും 2019-ലും മോദി സൗദിയുടെ തലസ്ഥാനമായ റിയാദ് സന്ദർശിച്ചിരുന്നു. സൗദിയുടെ വാണിജ്യ കേന്ദ്രമായ ജിദ്ദ സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനോടൊപ്പം മോദി ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിൻ്റെ 2ാമത് യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിക്കും. ഇന്ത്യക്കും സൗദിക്കുമിടയിൽ വൈദ്യുതി ഗ്രിഡ് സാധ്യത പഠനം നടക്കുന്നതായി നരേന്ദ്രമോദി ജിദ്ദയിലെത്തിയ ശേഷം അറബ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. 100-ലധികം രാജ്യങ്ങൾക്ക് പ്രതിരോധ സാമഗ്രികൾ നൽകുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ പ്രതിരോധ സാമഗ്രി ഉൽപ്പാദനത്തിലേക്ക് സൗദി നിക്ഷേപം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി ഈ നൂറ്റാണ്ടിലെ സിൽക്ക് റൂട്ടായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് നൽകുന്ന സൗകര്യങ്ങളിൽ അദ്ദേഹം സൗദി അറേബ്യയ്ക്ക് നന്ദി അറിയിച്ചു. ഇന്ത്യ സൗദി ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള സാധ്യതയും ഈ സന്ദർശനത്തിൽ കാണുന്നുണ്ട്. സൗദിയുടെ വിഷൻ 2030യും ഇന്ത്യയുടെ വികസിത ഭാരതവും ഏതാണ്ട് ഒരേ നയങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നതാണെന്നും വികസിത ഭാരതത്തിൻ്റെ അവസരങ്ങൾ നേടാൻ സൗദി കമ്പനികളെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ GCC സ്വതന്ത്ര വ്യാപാര കരാർ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. വികസിത ഭാരതം പദ്ധതി തുറക്കുന്ന അവസരങ്ങളിലേക്ക് സൗദി കമ്പനികളെ സ്വാഗതം ചെയ്യുന്നു. തീവ്രവാദ ഫണ്ടിംഗ്, മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്ക് എതിരായ സുരക്ഷാ സഹകരണത്തിൽ വലിയ പുരോഗതി ഉണ്ടായതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദ മഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.